സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പൊങ്ങനാടാണ്. കൃതി നിലം തൊട്ട നക്ഷത്രങ്ങൾ. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ആരാണ്? ഷാനവാസ് പൊങ്ങനാട്. കൃതി നിലം തൊട്ട നക്ഷത്രങ്ങൾ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദിയായിരുന്നത് തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദിയായത് തമിഴ്നാട്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പൽ ഏതാണ്? MV ലീല നോർഫോക്ക് ആണ്. MV ലീല നോർഫോക്ക് ആണ്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പലാണ് MV ലീല നോർഫോക്ക്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, ബിജി പെൺകുട്ട്. ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, ബിജി പെൺകുട്ട്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫാണ്. സാറ ജോസഫിന്റെ എസ്തർ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. കൃതി എസ്തർ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യ വനിതാ സ്നൈപ്പർ സുമൻ കുമാരിയാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആരാണ്? സുമൻ കുമാരി. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല വയനാടാണ്. ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതി നേർവഴി. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാർത്ഥികളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. 71ാമത് മിസ് വേൾഡ് ജേതാവ് ക്രിസ്റ്റീന പിഷ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിഷ്കോവയാണ് 71ാമത് മിസ് വേൾഡ് ജേതാവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ്? സുചേത സതീഷാണ്. എത്ര ഭാഷകളിലാണ് പാടിയത്? 140 ഭാഷകളിലാണ് പാടിയത്. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുചേത സതീഷ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ സർവീസസ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്? ഹൗറ മെട്രോ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കുന്നത് 2024 ഐക്യരാഷ്ട്രസഭ
2024 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ സിയാലിലാണ്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ ആണ്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. മിഷൻ ദിവ്യാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ്? PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അജയ് മണിക് റാവു ഗാൽവിൽക്കർ ആണ്. ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് അജയ് മണിക് റാവു ഗാൽവിൽക്കർ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസ് ആണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? PK വീരമണിദാസ്. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ യേശുദാസ് ആണ്. യേശുദാസ്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചങ്ങാതി. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ LUPEX. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഏതാണ്? ഒഡീഷ. ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 1 ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 1. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായത് വാഗമണ്ണാണ്. വാഗമൺ. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. ചെസ് ചരിത്രത്തിൽ 2750 റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ VP ജോയ് ആണ്. കേരള പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രഥമ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ VP ജോയ്.
2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷ. 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്ത താരം. ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തത് നരേന്ദ്രമോദിയാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റ് ആണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്. യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? വിയറ്റ്നാമിനാണ്. യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? വിയറ്റ്നാമിനാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? മിഷൻ വാത്സല്യം. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 202 ആണ്. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 202. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം പാന്തേർ പാഞ്ചാലിയാണ്. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പാന്തേർ പാഞ്ചാലി. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആശാ മേനോൻ. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോൻ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇന്ത്യയുടെ AI തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദ്. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? മിസോറമിലാണ്. 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? 5 കോടി രൂപയാണ്. 2023 ഓഗസ്റ്റ് 1 മുതൽ ചരക്ക് സേവന നികുതിയിലെ ഇൻവോയ്സ് പരിധി എത്ര കോടി രൂപയാണ്? 5 കോടി രൂപ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോം. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രമാണ് ഹോം. GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ്? ചോക്കുവ അരി ആസാമാണ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. 2024 ICC T20 ലോകകപ്പിന് വേദിയാക്കുന്നത് USA
വെസ്റ്റ് ഇൻഡീസുമാണ്. 2024 ICC T20 ലോകകപ്പിന് വേദിയാക്കുന്നത് USA വെസ്റ്റ് ഇൻഡീസ്. 2024 ഓസ്കർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു? 2018. ഓസ്കർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി 2018. 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എത്ര വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാൻ അർഹതയുള്ളത്? 10 വർഷമാണ്. 10 വർഷം കേരളത്തിൽ താമസിച്ചിട്ടുള്ളവർക്കാണ് കേരള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാനായിട്ട് അർഹതയുള്ളത്. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ്? TV ചന്ദ്രൻ. 2023 മാർച്ച് 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. 2023 മാർച്ച് 30 100 വർഷം തികഞ്ഞ കേരള ചരിത്രത്തിലെ സംഭവം വൈക്കം സത്യാഗ്രഹം. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. 2023 കേരള സർക്കാരിന്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായത് ശ്യാമ പ്രസാദ് ആണ്. 2023 കേരള സർക്കാരിന്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാരാണ്? ശ്യാമ പ്രസാദ് ആണ്. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായ കൂവം നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കൂവം നദിയാണ്. കൂവം നദി ഒഴുകുന്നത് ചെന്നൈ നഗരത്തിലൂടെയാണ്. ചെന്നൈ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റ്. 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയതാര്? 2023 സെപ്റ്റംബർ 17 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഏതാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്താണ്. ഹിമാലയൻ പരുന്ത്. 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 2023 നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 18ാം സ്ഥാനമാണ്. 18ാം സ്ഥാനം. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. പച്ചക്കുതിര. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ്. ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.